Good evening to all. My topic is universalization of elementary education issues and challenges. UE ensures free and compulsory education for children aged 6 to 14 years. ഈ ഒരു സെൻറ്റൻസിലൂടെ തന്നെ എന്താണ് UE മുന്നോട്ട് വയ്ക്കുന്നത്, ഇതിൻ്റെ ആശയം എന്താണ്, എല്ലാം വ്യക്തമാണ്. UE എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്നതാണ്. ഇത് 6 to 14 ഇയേഴ്സ് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എലമെൻ്ററി എഡ്യൂക്കേഷൻ ലഭിക്കാൻ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ്. ഈയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ സാമൂഹിക വികസനം, പിന്നെ വ്യക്തിഗത വളർച്ച, സാമ്പത്തിക കഴിവ്, ദേശത്തിൻ്റെ പുരോഗതി എന്നിവ ഉറപ്പാക്കുകയാണ്. ഇത് നടപ്പാക്കാൻ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. നടപ്പാക്കാൻ ടീച്ചേഴ്സ്, പാരൻസ്, സർക്കാർ, സാമൂഹിക സംഘടനകൾ എന്നിവ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. ഇതെല്ലാ കുട്ടികൾക്കും നിലവാരമുള്ള സമഗ്രമായ താല്പര്യമുള്ള പഠനാവസരം നൽകുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ UE എന്താണ്, ഈയുടെ ആശയം എന്താണ്, കുട്ടികൾ വിദ്യാഭ്യാസം ലഭിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നത്, ഇത് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ ചാലഞ്ചേഴ്സ്, പിന്നെ പ്രധാന സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ സഹായിക്കുന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്, ഈ സിസ്റ്റം മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ, ഇതെല്ലാം ആണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് UE. സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹ്യ വികസനം. ഇതെല്ലാ കുട്ടികൾക്കും ഒരേപോലുള്ള സമാന വിദ്യാഭ്യാസം നൽകുന്നത് സാമൂഹിക വ്യത്യാസങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ SC അല്ലെങ്കിൽ ST കുട്ടികളും അല്ലെങ്കിൽ പെൺകുട്ടികളും ഗ്രാമപ്രദേശങ്ങളിൽ എളുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ സാധിക്കും. അങ്ങനെ അടുത്തത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. വിദ്യാഭ്യാസം ആളുകളെ മുന്നോട്ട് കൂടുതൽ തൊഴിൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു, അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായം നൽകുന്നു. അടുത്ത ഇൻഡിവിജ്വൽ എംപവർമെൻറ്റ്, വ്യക്തിഗത ശാക്തീകരണം. കുട്ടികൾക്ക് പഠിച്ചറിയുന്ന അറിവുകൾ വഴി ഇപ്പോൾ ജീവിതം മെച്ചപ്പെടുത്തും, ഒരു ക്വാളിറ്റി ലൈഫ് അവർക്ക് ഇതിലൂടെ നൽകുന്നുണ്ട്. ഇൻഫോർമഡ് ഡിസിഷൻ എടുക്കാനും പിന്നെ പോവേർട്ടി അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നയിക്കുന്നുണ്ട്. അടുത്ത് സോഷ്യൽ ജസ്റ്റിസ്. ഡിസഡ്വാൻറ്റേജ് കുട്ടികൾക്ക്, ഗേൾസ്, മൈനോറിറ്റീസ്, റൂറൽ ചിൽഡ്രൻ എന്നിവർക്കായി ഒരേപോലുള്ള സമാന അവസരങ്ങൾ ഉറപ്പാക്കുന്നു. അടുത്ത് ദേശീയ വികസനം. നല്ല വിദ്യാഭ്യാസം ലഭിച്ച ജനങ്ങൾ രാജ്യത്തെ സാങ്കേതിക വിദ്യ, നവോത്ഥാനം, വർക്ക് ഫോഴ്സ് ക്വാളിറ്റി എന്നിവ വളർത്തുന്നു. അടുത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി. ഇതിൻ്റെ പ്രധാന എയിംസ് എന്തൊക്കെയാണ്? UEയുടെ ആശയം മനസ്സിലാക്കുക, അതിൻ്റെ ആവശ്യകതയും കുട്ടികൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന ഗുണങ്ങളും, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനുകൾ, RT നിയമം എന്നിവയിലൂടെ UE എങ്ങനെ ഉറപ്പാക്കുമെന്ന് പഠിക്കുന്നു. ഈ RT കൊണ്ട് ഉദ്ദേശിക്കുന്നത്, RT എന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്നതാണ്. ഇത് 6 to 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും സൗജന്യം വിലയുള്ള വിദ്യാഭ്യാസം ലഭിക്കണം എന്നുറപ്പാക്കുന്ന നിയമമാണ്. RT നിയമപ്രകാരമുള്ള കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. പറയുന്നത് സ്കൂളിൽ അഡ്മിഷൻ അങ്ങനെ ചാർജൊന്നും ഇല്ല, ബുക്സ്, യൂണിഫോം തുടങ്ങിയവ സൗജന്യം. എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല, നമുക്ക് പോയിൻറ്റ്സ് കേൾക്കുമ്പോൾ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ടാമത് അഡ്മിഷൻ നോൺ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ. അടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാൻഡേർഡ്, പിന്നെ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ. ഓരോ ക്ലാസ്സിലും കുട്ടികളെയും അധ്യാപകരുടെയും റേഷ്യോ പാലിക്കുക. ഇപ്പോൾ സ്റ്റുഡൻസ് എത്ര ഉണ്ടതിനനുസരിച്ച് ഇപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ. കണ്ടിന്യൂസ് അസസ്മെൻറ്റ്. കുട്ടികളുടെ പഠന മുന്നേറ്റം നിരീക്ഷിച്ച് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. അടുത്ത് RT പറഞ്ഞു. പിന്നെ ഓരോ SSA, സർവശിക്ഷ അഭിയാൻ, മിഡ് ഡേ മീൽ, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, NF എന്നിവയുള്ള പ്രധാന പദ്ധതികളും സ്കീമും വിശദമായി അറിയുക. നമ്മൾ അടുത്തതിൽ സ്ലൈഡ് വിശദമായി പറയുന്നുണ്ട്. പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്ന ഇഷ്യൂസ്: പോവർട്ടി, ജെൻഡർ ഡിസ്പാരിറ്റി, ടീച്ചർ ഷോർട്ടേജ്, ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ്, ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്. പിന്നെ UEയുടെ നിലവാരവും ഇക്വിറ്റിയും വിലയിരുത്തുക. പിന്നെ ടീച്ചേഴ്സിൻ്റെ റോളും ഉത്തരവാദിത്വം മനസ്സിലാക്കുക. എല്ലാ കുട്ടികൾക്കും സമഗ്ര വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി അടുത്ത് കോൺസെപ്റ്റ് ഓഫ് UE. ഒന്നാമത് യൂണിവേഴ്സൽ ആക്സസ്. എല്ലാ കുട്ടികൾക്കും സ്കൂൾ അടുത്ത് തന്നെ ലഭിക്കണം, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തുള്ളവർക്ക്. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ സ്കൂൾ വേണം, എല്ലാവർക്കും എത്താൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നത്. അടുത്ത യൂണിവേഴ്സൽ എൻറോൾമെൻറ്റ്. എല്ലാ കുട്ടികളും സ്കൂളിൽ ചേർക്കണം. അത് പാരൻസും അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കണം.
അടുത്ത് യൂണിവേഴ്സൽ റിട്ടൻഷൻ. കുട്ടികൾ 8 വർഷം പ്രൈമറി പ്ലസ് മിഡിൽ സ്കൂൾ പൂർത്തിയാക്കണം. ഡ്രോപ്പ് ഔട്ട്സ് കുറയ്ക്കണം. അടുത്ത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. പഠനം ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, സ്കിൽ ബേസ്ഡ് ആയിരിക്കണം, പിന്നെ മീനിങ്ഫുൾ ആയിരിക്കണം. ഈ ഘടകങ്ങൾ ഈയുടെ വിജയത്തിന് അടിസ്ഥാനമാണ്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. യുടെ ഭരണഘടന അടിസ്ഥാനം എന്തൊക്കെയാണ്? ഒന്നാമത് ആർട്ടിക്കിൾ 21A എന്ന് വെച്ചാൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇതന്നെയാണ് ഈ ഒരു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. അടുത്ത Article 45, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നൽകാൻ സർക്കാർ ഉത്തരവാദിത്തം. അടുത്ത ആർട്ടിക്കിൾ 51AK പറയുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത്. അവർ കുട്ടികളെ എന്തായാലും സ്കൂളിൽ അയക്കണം. അവരെ വേറെ ഒരു വീട്ടു ജോലിക്കോ അങ്ങനെ അയക്കാണ്ട് അവർക്ക് എന്താണോ വേണ്ടത് സ്കൂളിലേക്ക് അയക്കേണ്ട ആ ഒരു ടൈമിൽ അവരെ അതിലേക്ക് അയക്കേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഈ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്. SSA സർവശിക്ഷ അഭിയാൻ 2001 ആണിത് സ്റ്റാർട്ട് ചെയ്തത്. പ്രൈമറി വിദ്യാഭ്യാസം 5 വർഷം, 2007 8 വർഷം എലമെൻ്ററി എഡ്യൂക്കേഷൻ. അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. 2010 അതാണ് ലക്ഷ്യം. അടുത്ത് ടീച്ചർ ട്രെയിനിങ്, ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഡിസഡ്വാൻറ്റേജ് കിഡ്സിന് ഇക്വൽ, ഇതെല്ലാം ആണ് ഈ ഒരു മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത മിഡ് ഡേ മീൽ സ്കീം. കുട്ടികളുടെ അറ്റൻഡൻസ് വർദ്ധിപ്പിക്കാൻ, പോഷണം ഉറപ്പാക്കാൻ, എസ്പെഷ്യലി ഗേൾസ്, പുവർ ചിൽഡ്രൻ, ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ സഹായം. സ്കൂൾ ഫ്രണ്ട്ലി ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്ത് നോൺ ഫോമൽ NFE നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. 1970 മുതൽ ഫോമൽ സ്കൂൾ അൺഎബിൾ ചിൽഡ്രൻ ആയിരുന്നു. അപ്പോൾ ഫ്ലെക്സിബിൾ ടൈമിംഗ്, സിമ്പിൾ കരിക്കുലം, കമ്മ്യൂണിറ്റി ഇൻവോൾവ് ഇതൊക്കെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഗേൾസ്, പിന്നെ വർക്കിംഗ് ചിൽഡ്രൻ, യൂത്ത് എന്നിവർക്ക് ഉള്ള സ്റ്റഡി സ്റ്റാൻസ് ആണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അടുത്ത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ ക്ലാസ് റൂം, ബ്ലാക്ക് ബോർഡ്, ടീച്ചിങ് എയ്ഡ്സ് ഇതൊക്കെ കൊണ്ടുവരിക. ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇമ്പ്രൂവ്ഡ് ആക്കാനും ടീച്ചേഴ്സിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടും. ഇനി അടുത്ത് ഇഷ്യൂസ് ഇൻ UE. ഇഷ്യൂസ്. ആദ്യത്തെ സോഷ്യോ എക്കണോമിക് ബാരിയേഴ്സ്. സാമ്പത്തികമായിട്ടും സാമൂഹിക തടസ്സങ്ങൾ, ഇപ്പോൾ പോവർട്ടി, ലാക്ക് ഓഫ് അവയർനെസ്, പിന്നെ കാസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഇത് കാരണം മാർജിനലൈസ് കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ. അടുത്ത ടീച്ചർ ഷോർട്ടേജ് ആൻഡ് ട്രെയിനിങ് ഗ്യാപ്പ്. ഇപ്പോൾ റൂറൽ ഏരിയാസിൽ പിന്നെ ട്രെയിൻ ടീച്ചേഴ്സ് കുറവായിരിക്കും, ടീച്ചിങ് ക്വാളിറ്റി അപ്പോൾ കുറഞ്ഞു പോകും. അടുത്ത പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ക്ലാസ് റൂം, ടോയ്ലറ്റ്സ്, ഇപ്പോൾ സ്പെഷ്യൽ അറ്റൻഷൻ ഗേൾസ് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കുള്ളതൊന്നും ഉണ്ടാവില്ല. ലൈബ്രറീസ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാത്തത് കൊണ്ട് പഠനശേഷി കുറഞ്ഞു, ഇതൊക്കെ ബാക്കായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. അടുത്ത ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, ഗേൾസ്, ഡിസഡ്വാൻറ്റേജ് ചിൽഡ്രൻ, മൈഗ്രേറ്റ് ഫാമിലീസ്, ചൈൽഡ് ലേബർ എന്നിവയും ഇതൊക്കെ ഡ്രോപ്പ് ഔട്ടിന് കാരണമാണ്. അടുത്ത ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. പല സ്ഥലങ്ങളിൽ കുട്ടികളുടെ മാതൃഭാഷ വ്യത്യാസം, ലോക്കൽ കൾച്ചറുടെ എക്സ്പെക്റ്റേഷൻ എളുപ്പത്തിൽ സ്കൂളിൽ റിട്ടൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ മാതൃഭാഷ ആയിരിക്കില്ല പഠനത്തിൻ്റെ ഒരു കരിക്കുലം ഉള്ളതുണ്ടാവുക. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ഇടങ്ങേറുണ്ടാവും. അവരുടെ എന്താണോ ലാംഗ്വേജ് അതിലായിരിക്കില്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് ഉദ്ദേശിച്ചത് ഇപ്പോൾ സമൂഹങ്ങളിലോ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ അവരെ വീട്ടു ജോലിക്ക് പറഞ്ഞയക്കും. അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ലോ ലേണിംഗ് ഔട്ട്കംസ്, കുട്ടികൾക്ക് സ്കൂൾ പൂർത്തിയായിട്ടും ഇപ്പോൾ ലിറ്ററസി, ന്യൂമറസി സ്കിൽസ് ഇതൊക്കെ കുറവായിരിക്കും. ചാലഞ്ചേഴ്സ് ഇൻ UE. ഇപ്പോൾ പോപ്പുലേഷൻ പ്രഷർ, ഇപ്പോൾ സ്കൂൾ ക്ലാസ് റൂം, ഇപ്പോൾ കുറേ കുട്ടികൾക്ക് അവർക്കതിന് വേണ്ടി സ്കൂളോ അല്ലെങ്കിൽ ക്ലാസ് റൂമോ റിസോഴ്സോ അവർക്കനുസരിച്ച് ഉണ്ടാവില്ല. അതൊരു ചാലഞ്ചാണ്. അടുത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്സ്. ഇപ്പോൾ SSART പോലുള്ള സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ മോണിറ്ററിങ്, അക്കൗണ്ടബിലിറ്റിൻ്റെ കുറവ് വന്നതൊരു ചാലഞ്ചാണ്. അവിടെ സോഷ്യോ എക്കണോമിക് ബാരിയേഴ്സ്, പോവർട്ടി, ചൈൽഡ് ലേബർ, മൈഗ്രേഷൻ, പാൻ ലിറ്ററസി എന്നിവ കുട്ടികളുടെ സ്കൂൾ അറ്റൻഡൻസ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് വരും. അടുത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ്, മാർജിനലൈസ്ഡ് കിഡ്സ് അങ്ങനെയുള്ളവരൊക്കെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തൽ. അടുത്ത് റിസോഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഷോർട്ടേജ്, ഡിജിറ്റൽ ലേണിംഗ്, ടീച്ചിങ് എയ്ഡ്സ്, ലൈബ്രറീസ്, പിന്നെ സ്പോർട്സ് ഫെസിലിറ്റീസ് ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ. അടുത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ പാരൻസ്, ലോക്കൽ ബോഡീസ്, NGOസിൻ്റെയൊക്കെ അവയർനെസ് ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കുമ്പോൾ.
ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇതാണ് മെയിൻ കാര്യം. ഇങ്ങനെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നാലേ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, കാസ്റ്റ്, ജെൻഡർ, റിലീജിയൻ, ഡിസബിലിറ്റി അതൊന്നും ഭേദമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ പഠനാവകാശം കൊടുക്കുക. അടുത്ത് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇപ്പോൾ ഗേൾസ്, SC/ST, മൈനോറിറ്റി, റൂറൽ ചിൽഡ്രൻ എന്നിവർക്കും സ്പെഷ്യൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. എന്നാലും മുന്നോട്ട് വരികയുള്ളൂ. അടുത്ത കരിക്കുലം റിഫോം. ചൈൽഡ് സെൻറ്റേർഡ്, സ്കിൽ ഓറിയൻറ്റഡ്, ലോക്കലി റെലവൻറ്റ് കരിക്കുലം ആയിരിക്കണം. ടീച്ചർ ഡെവലപ്മെൻറ്റ്, കണ്ടിന്യൂസ് ട്രെയിനിങ് ഫോർ ഡൈവേഴ്സ് ക്ലാസ് റൂം, ഇൻക്ലൂസീവ് പെഡഗോജി, പിന്നെ ഇന്നോവേറ്റീവ് പെഡഗോജി, ആക്ടിവിറ്റി ബേസ്ഡ്. പിന്നെ ബോറ് വരുന്ന സമയത്ത് അത് ജോയ്ഫുൾ ലേണിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബോറടി മാറ്റും. അവോയ്ഡ് ദ ബോർഡം ഒക്കെ. അപ്പോൾ ജോയ്ഫുൾ ലേണിംഗ്, ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ സഹായിക്കും. സപ്പോർട്ടീവ് സ്കീംസ്, മിഡ് ഡേ മീൽ, ഫ്രീ ബുക്സ്, യൂണിഫോം, സ്കോളർഷിപ്സ്, എൻറോൾമെൻറ്റ് ആൻഡ് റിട്ടൻഷൻ ഒക്കെ മെച്ചപ്പെടുത്തുക. അടുത്ത കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, പാരൻസ്, ലോക്കൽ ബോഡീസ്, NGOസിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, സ്കൂൾ സിസ്റ്റം സ്ട്രെങ്തൻ. അടുത്ത മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, ലേണിംഗ് ഔട്ട്കം, സ്കൂൾ ഫങ്ഷനിങ്, അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാൻ. ഇനി അടുത്ത റോൾ ഓഫ് എ ടീച്ചർ. ടീച്ചേഴ്സിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ടീച്ചേഴ്സാണ് കുട്ടികളെ നല്ല ഭാവിയിലേക്ക് നയിക്കുന്നതിന് മെയിൻ ഒരു ആളെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. അവർ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആവും കുട്ടി നല്ലതിലേക്ക് പോകാനും ചിലപ്പോൾ ചീത്തയിലേക്ക് പോകാനും. അപ്പോൾ ഏതൊരു കാര്യത്തിനും റോൾ ഓഫ് എ ടീച്ചർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ അവർ ചൈൽഡ് സെൻറ്റേർഡ് പെഡഗോജി, ഇപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് പ്ലേഫുൾ ലേണിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ സഹായിക്കും. അടുത്ത ഇൻക്ലൂസീവ്നെസ് ആൻഡ് ഇക്വിറ്റി, മാർജിനലൈസ്ഡ് കുട്ടികൾക്ക് സപ്പോർട്ട് നൽകുക, കാസ്റ്റ് ആൻഡ് ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുന്നു. അടുത്ത കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ, ഡൈവേഴ്സ് ലേണേഴ്സിനായി ലെസൺസ് അഡാപ്റ്റ് ചെയ്യുന്നു, മീനിങ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത ഫെസിലിറ്റേറ്റർ ഓഫ് ലേണിംഗ്, നോളജ് ട്രാൻസ്മിറ്റ് ചെയ്യുക മാത്രമല്ല ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഫോസ്റ്റർ ചെയ്യുക. അടുത്ത അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്, കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, ലേണിംഗ് ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, റെമഡിയൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത പാരൻ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, ഹോം സപ്പോർട്ട്, അറ്റൻഡൻസ്, സ്കൂൾ ഇൻവോൾവ്മെൻറ്റ് ഒക്കെ എൻഷുർ ചെയ്യുന്നു. അടുത്ത പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, കണ്ടിന്യൂസ് ട്രെയിനിങ്, അവയർനെസ് ഓഫ് SSA, RT, മിഡ് ഡേ മീൽ സ്കീംസ്, ഇൻക്ലൂസീവ് പെഡഗോജി. അടുത്ത മോട്ടിവേഷണൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സിന് എൻകറേജ്മെൻറ്റും കോൺഫിഡൻസും ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ അവരെ മോട്ടിവേഷനും ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കണം. ലാസ്റ്റ് കൺക്ലൂഷൻ. അപ്പോൾ UEE ഈസ് ബോത്ത് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ആൻഡ് സോഷ്യൽ നെസസിറ്റി. ഓക്കെ, അപ്പോൾ UEE ഒരു ഭരണഘടനാ കടമയും സാമൂഹിക ആവശ്യകതയുമാണ്. 6 മുതൽ 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും ഫ്രീ ആൻഡ് കമ്പൽസറി പഠനം ലഭിക്കണമെന്ന് ഉറപ്പാക്കണം. RT ഉറപ്പാക്കുന്നതാണ് UEE എന്ന് പറയുന്നത്. RT, SSA, NFE, മിഡ് ഡേ മീൽ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കലിന് സഹായിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്, പോവേർട്ടി, ഇപ്പോൾ ഓരോ ഡിസ്ക്രിമിനേഷൻ, പിന്നെ ഓരോ ഗ്യാപ്പ്, പിന്നെ ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ കുറവ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഴ്ച അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണോ അതിനുള്ള സൊല്യൂഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ UEE ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, കുട്ടികളുടെ കഴിവുകൾ വളർച്ച, ദേശീയ വികസനം എന്നിവ ഉറപ്പാക്കുന്നു. സോ UEE ensures equity, social justice, empowerment and national development. So I am concluding my words. Thank you.